ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 26 വാക്യം 10. യേശു അതറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായത്തിൽ ഒരു സ്ത്രീ ചെയ്ത നല്ല പ്രവൃത്തിയാണ് നാം കാണുന്നത്. എന്താണ് ഈ സ്ത്രീ ചെയ്ത നല്ല പ്രവൃത്തി? യേശു തൻ്റെ ശുശ്രൂഷയുടെ അന്ത്യ നാളുകളിലേക്ക് കടക്കുകയാണ്. ഒരു ദിവസം ബേഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ്റെ വീട്ടിൽ യേശു കടന്നു ചെല്ലുന്നു. ആ സമയത്താണ് ഒരു സ്ത്രീ വളരെ വിലയുള്ള ഒരു പരിമള തൈലം നിറഞ്ഞ ഒരു കുപ്പിയുമായി യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. യേശു പന്തിയിൽ ഇരിക്കുമ്പോൾ ആ സ്ത്രീ ആ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ കുപ്പി തുറന്ന് യേശുവിൻ്റെ തലയിൽ ഒഴിക്കുവാനിടയായി. ഇത് കണ്ട ശിഷ്യന്മാർ ഉടനെ, ഈ വെറും ചെലവ് എന്തിനാണ്? ഇത് വളരെ വിലയുള്ളതാണല്ലോ, ഇത് വിറ്റാൽ നല്ലൊരു തുക കിട്ടും, അതുകൊണ്ട് ദരിദ്രർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമായിരുന്നുവല്ലോ എന്നാണ് അവളെ വിമർശിച്ചുകൊണ്ട് പറയുവാനിടയായത്. അതിന് മറുപടിയായാണ് നാം ഇന്ന് വായിച്ചു കേട്ട മത്തായി 26:10 സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തതെന്ന് യേശു മറുപടി പറയുവാൻ ഇടയായത്. ഒരു വ്യക്തി ഒരു നന്മ ചെയ്യുമ്പോൾ ചിലരെങ്കിലും അതിലൊരു തിന്മ കണ്ടെത്താറുണ്ട്, ദോഷം ആരോപിക്കാറുണ്ട്. ആ പ്രവൃത്തി ചെയ്ത വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ വിമർശിക്കുന്നവരുണ്ട്. ഇത് വേദപുസ്തകത്തിൽ തന്നെ പല ഉദാഹരണങ്ങളാൽ നമുക്ക് കാണാവുന്നതാണ്. യേശു ഇപ്രകാരമുള്ള സൽപ്രവൃത്തികളെ പ്രശംസിക്കുന്നതാണ് അവിടെയെല്ലാം നാം കാണുന്നത്. നല്ല പ്രവൃത്തി അഥവാ സൽപ്രവൃത്തി ആരെങ്കിലും ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയുമാണ് വേണ്ടത്. അതിനു പകരം അതിനെ വിമർശിക്കുമ്പോൾ, അവരെ നിന്ദിക്കുമ്പോൾ, അവർ ചെയ്ത് തെറ്റാണെന്ന ധാരണയിൽ അവരോട് സംസാരിക്കുമ്പോൾ ഈ സൽപ്രവൃത്തി ചെയ്തവർ മനം നൊന്ത് അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തി വീണ്ടും ചെയ്യുവാൻ അവർ മടിക്കുവാനിടയാവും. യേശുവിടെ ഇതറിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറയുന്നത്, ആ സ്ത്രീയെ എന്തിനാണ് നിങ്ങൾ അസഹ്യപ്പെടുത്തുന്നത്? അവൾ ചെയ്തത് ഒരു നല്ല പ്രവൃത്തിയാണ്. ദൈവത്തിന് ചെയ്യുന്നതും മനുഷ്യർക്ക് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് യേശു ഒരിക്കൽ പറഞ്ഞത്, കൈസർക്കുള്ളത്
കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന്. ഇവിടെ ഈ സ്ത്രീ കർത്താവിൻ്റെ തലയിൽ പരിമളതൈലം ഒഴിക്കുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിൽ കുറ്റമാരോപിക്കുന്ന ശിഷ്യന്മാർ അതിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കുകയാണ്. ആ തെറ്റ് തിരുത്തുവാനായി പരിഹാരവും നിർദ്ദേശിക്കുകയാണ്. ഇത് നല്ല കാശിനെ വിറ്റ് ദരിദ്രർക്ക് സഹായം ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ്. ദൈവത്തിന് നാം ചെയ്യുന്നതും ദാനധർമ്മം ചെയ്യുന്നതും അഥവാ മനുഷ്യർക്ക് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ദൈവത്തിന് ചെയ്യേണ്ടത് ദൈവത്തിന് ചെയ്യണം, മനുഷ്യർക്ക് ചെയ്യേണ്ടത് മനുഷ്യന് ചെയ്യണം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.